ഇപ്പോൾ ഈ ഒരു മുഖമൊക്കെ മാറ്റി വന്നിരിക്കുകയാണ്. നിലവിലെ പിണറായി സർക്കാരിൻ്റെ അല്ലെങ്കിൽ പിണറായി സർക്കാരിനെതിരെ നിൽക്കുന്ന വികാരമൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നിലേക്ക് വരാൻ സാധിക്കുമോ? കോൺഗ്രസ്സിന് കുറേ കാലം മുൻപ് വരെയൊക്കെ തന്നെ ഒരു ശിഥിലമായ അവസ്ഥയായിരുന്നു. അതിനൊക്കെ ഒരു മാറ്റമുണ്ടാകുമെന്ന് അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്താണ് ഒരു നിഗമനം? അതൊരു വലിയ ചോദ്യമാണ്. കോൺഗ്രസ്സിനെ പ്രവർത്തനം സജ്ജമാക്കാൻ ഇവർക്ക് സാധിക്കുമെന്ന് ചോദിച്ചാൽ അസാധ്യമല്ല. പ്രത്യേകിച്ച് വിഷ്ണുദാസ്, അടൂർ പ്രകാശ്, അതുപോലെ ഷാഫി പറമ്പിൽ, ഇവരൊക്കെ ഉൾപ്പെട്ട ടീം ഒരു നല്ല ടീമായിട്ട് പ്രവർത്തിക്കും. രമേശ് ചെന്നിത്തലയും സതീശനും കേന്ദ്രത്തിൽ നിന്ന് വേണുഗോപാൽ അതിനോട് നന്നായി സഹകരിക്കുകയും ചെയ്താൽ സണ്ണി ജോസഫിനെ ഒരു പ്രസൻറ്റബിൾ കാൻഡിഡേറ്റാണ്, അദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് KPCCക്ക് നല്ല രീതിയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചെല്ലാൻ കഴിയും. പിന്നെ കോൺഗ്രസ്സുകാർ അത്ര വലിയ വർക്കൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ചെയ്യേണ്ട. കാരണം ഈ LDF സർക്കാരിനെതിരായിട്ടുള്ള വലിയ ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ അവിടെയുണ്ട്. അത് BJPക്കാർ അടിച്ചു പോകാതെ നോക്കിയാൽ മതി. അത് വളരെ പ്രധാനമാണ്. കാരണം ഇപ്പോൾ BJP ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. BJPയുടെ ശക്തി കൂടുന്നതനുസരിച്ച് കോൺഗ്രസിൻ്റെ ശക്തി കുറയും. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ ഇവരുടെ സ്വന്തം കോട്ടകൾ നഷ്ടപ്പെടാതെ നോക്കുക. അത് കഴിഞ്ഞിട്ട് പുറമേ നിന്നുള്ള വോട്ടുകൾ അത് തീർച്ചയായിട്ടും കിട്ടും, വേറെ ആർക്കും കിട്ടില്ല. അപ്പോൾ ഇങ്ങനൊരു സംഗതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിൽ ഭരണമാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവും.